നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള അലംഭാവമാണ് ഉണ്ടായത്. CPM ഉന്നത നേതാക്കളുടെ ഇടപെടലും പ്രതികളുടെ SFI ബന്ധവും കേസിനെ അട്ടിമറിക്കുന്നതിനുള്ള എല്ലാ വഴികളും ഒരുക്കി. മുഖ്യമന്ത്രിക്ക് മുൻപാകെയും സർക്കാരിന് മുൻപാകെയും തന്റെ മകന് നീതി ലഭ്യമാക്കണേ എന്നുള്ള ആ അച്ഛന്റെ പ്രാർത്ഥനകൾ പിന്നീട് വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സിദ്ധാർത്ഥന്റെ മരണം നടന്ന 41 ദിവസം പിന്നിടുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെയും SFI നേതാക്കൾക്കെതിരെയും ഉയർന്നത്. ഇന്ന് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. SFIക്ക് കുടപിടിക്കുന്ന ആഭ്യന്തര വകുപ്പോ? പ്രാഥമിക ഘട്ടം മുതലുള്ള അന്വേഷണത്തിന്റെ അലംഭാവം ആരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി? പിതാവിന്റെ ആരോപണത്തിലുള്ളതുപോലെ SFI നേതാവ് ആർഷോയുടെ പങ്കെന്ത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ? ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ MK ഹരിദാസ്, സിദ്ധാർത്ഥിന്റെ അച്ഛൻ T ജയപ്രകാശ്, ഒപ്പം LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത്. എന്നെ ചതിച്ചല്ലോ. എല്ലാം കേരള സർക്കാർ എന്നെ ചതിച്ചു, അങ്ങ് ചതിക്കുഴിയിൽ വീഴ്ത്തി. ആദ്യം പോലീസ് ഭരണം, പോലീസ് അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അക്ഷയ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന അഭയം പ്രാപിച്ച് കിടക്കുന്ന അക്ഷയ്, അവനെ തുറന്നുകൂടി. എന്തിനാ MM മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ വെളിയിൽ വിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും, ക്ലിപ്പ് ഹൗസിൽ പോകും. പിന്നെ 8 മാസത്തോളം അവനെ പീഡിപ്പിച്ചത്, 8 മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവനെതിരെ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ SFIയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, അവൻ്റെ പങ്കെന്തിന് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല? ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും. എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ചയും മാറ്റമില്ല. പിന്നെ CBI അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ 20 ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം, ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം, എന്നിട്ട് ഒരു 3 പേരെ സസ്പെൻഷൻ. ഇതെന്ന് കണ്ണിൽ പൊടിയിടുന്ന അവരാരും ഇത് വിചാരിച്ചാൽ, കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ. ചർച്ചയിലേക്ക് കടക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ ജയപ്രകാശ്, അങ്ങ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് താങ്കൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉന്നയിച്ചത്. കൃത്യമായി ഈ പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്ന നേതാക്കളുടെ പേര് താങ്കൾ എടുത്തു പറഞ്ഞു. അതോടൊപ്പം ആർഷോയുടെ പങ്കും വ്യക്തമാകുന്നുണ്ട് എന്നും താങ്കൾ പറയുകയുണ്ടായി. പലപ്പോഴും ഈ SFIയുടെ ഇടിമുറിയിൽ വന്ന് സിദ്ധാർത്ഥിന് ഒപ്പിടേണ്ടി വരുമ്പോൾ അവിടെ ആർഷോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കൊടിയ പീഡനങ്ങൾക്കൊക്കെ ആർഷോ കൂടി സാക്ഷിയായിരുന്നു. ആർഷോയ്ക്ക് ഇതൊക്കെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതെ, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഗുരുതരമായ ആരോപണം എന്നുള്ളത് ഗുരുതരമായ ആരോപണമല്ല. ഞാൻ പറഞ്ഞത് പച്ചയായ സത്യമാണ്. എനിക്ക് ആരുടെ മേലും ഒരു ആരോപണം ഉന്നയിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ അറിഞ്ഞിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലൊരു ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞാൻ ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പച്ചയായ സത്യം മാത്രമാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞല്ലോ, 8 മാസം മുതൽ രാവിലെയും വൈകുന്നേരവും വന്നിട്ട് എൻ്റെ മകൻ രാവിലെയും വൈകുന്നേരവും, അത് ഒരാഴ്ചയിലൊരിക്കലല്ല, ഒരു മാസത്തിലൊരിക്കലല്ല, 2 നേരം വന്ന് അവൻ്റെ മുറിയിൽ, ഈ തീവ്രവാദി നേതാവിൻ്റെ മുറിയിൽ വന്നിട്ട് അവിടുത്തെ യൂണിയൻ പ്രസിഡൻറ്റിൻ്റെ ചെയർമാൻ്റെ റൂമിൽ, അരുണിൻ്റെ റൂമിൽ വന്നിട്ട് സൈൻ ചെയ്യണം. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വീട്ടിൽ എത്ര സന്തോഷമായിട്ട് ഞാനും അവൻ്റെ അമ്മയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവൻ്റെ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വളരെ പേടിച്ച് നഗ്നനായി ഒരു ഡ്രസ്സ് പോലും ഇടിയിക്കാതെ സൈൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്, ക്ലാസ്സിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം. നമ്മളത് ആലോചിച്ച് നോക്കും, അത് ശരിയാണോ? അത് നമുക്കൊന്ന് ഹൃദയം പൊടിഞ്ഞു പോകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വീട്ടുകാരുടെ അവസ്ഥ ആ സമയത്ത് വളരെ സന്തോഷിച്ച് കഴിയുന്നതാണ്. അത് ഈ 8 മാസത്തിനിടയ്ക്ക് ഈ വന്നിട്ടുണ്ടല്ലോ, ഈ നേതാവ് അവർ പല ദിവസവും അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു ആർട്സ് നടക്കുമ്പോഴോ സ്പോർട്സ് നടക്കുമ്പോഴോ ബാക്കി എന്തൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴോ ഈ നേതാവിൻ്റെ നിറസാന്നിധ്യം അവിടെ ഉണ്ട്. എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, രാവിലെയും പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ഫോൺ ലിസ്റ്റ് പരിശോധിക്കാം, കോൾ ലിസ്റ്റ് എടുക്കാം, അല്ല സൈബർ സെല്ലിൽ നോക്കാം. അതൊന്നാമത്തെ കാര്യം. പിന്നെ മകനെ കൊന്നു കഴിഞ്ഞതിന് ശേഷവും ഈ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ മുതിർന്ന ചേട്ടൻ ഒരാഴ്ച വരെ ഏകദേശം 10 ദിവസം വരെ ഇതേ കോളേജിൽ ഉണ്ടായിരുന്നു. ഈ മുതിർന്ന തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിന് ശേഷം ഉണ്ടായിരുന്നു. അതായത് ജോയിന്റ് സെക്രട്ടറി, യൂണിയൻ സെക്രട്ടറി, പ്രസിഡന്റ്, സെക്രട്ടറി, അവരെ ചെയർമാൻ, ഇങ്ങനെയുള്ള തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് ഉണ്ടായിരുന്നത്? ആരാ അനുവാദം കൊടുത്തത്? അതൊക്കെ വേറെ ഒരു രാഷ്ട്രീയ സംഘടനയിലുള്ള അല്ലെങ്കിൽ വേറെ സംഘടനയിലുള്ള ഒരു നേതാക്കന്മാരോ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരോ അവിടെ വന്ന് തമ്പടിച്ചില്ലല്ലോ. ഇവരെന്തിനാ വന്ന് തമ്പടിക്കുന്നത്? ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷവും അതിന് ആ കോളേജിൻ്റെ അനുവാദം കൊടുത്തു. അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? 8 മാസം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വന്നിട്ട് ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവൻ്റെ മുറിയിൽ വന്നിട്ട് അവൻ പറയുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടാ പറയുന്നത്? ഏതെങ്കിലും കൊച്ചുകുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരത്തിനോടോ കല്ലിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേട്ടോണ്ടിരിക്കും. അല്ലാതെ കേരളത്തിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് അറിയാം, ഇവൻ്റെയൊക്കെ തീവ്രവാദങ്ങൾ. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം വന്ന് ഇത് സൈൻ ചെയ്യുമ്പോൾ ഈ മുതിർന്ന നേതാവിന് അറിയില്ല എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒന്ന് പറഞ്ഞ് ഒരിക്കൽ മാത്രം വിലയ്ക്കാൻ മതിയായിരുന്നല്ലോ. ഇനി അത് ചെയ്യല്ലേ, ശരിയാ, വിട്ടുകൊട്, ശരിയല്ല എന്നും നേതാക്കന്മാരല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇനി സിദ്ധാർത്ഥന എൻ്റെ മകനെ ഇനി അങ്ങോട്ട് വളർത്താൻ വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അത് ഇനി ഭാവിയിൽ ദോഷം ചെയ്യും. കാര്യം ഒന്നുമില്ല, അവനൊരു ഒരു സംഘടനയിലോ ഒന്നുമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിപ്പോയി ആ സമയത്ത്. അവൻ ഫസ്റ്റ് ഇയർ മുതൽ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അതിനകത്തുള്ള യൂണിയൻ്റെ ഭരണം തന്നെ പൊയ്ക്കളയാം എന്നുള്ള പേടി അവർക്ക് വന്നുപോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് പറയുന്നു ആ രീതിയിലോട്ട് ചുരുങ്ങിപ്പോവും. അത് തന്നെയാണ് ഏറ്റവും അവർ നടന്നത്. ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സിദ്ധാർത്ഥിൻ്റെ വളർച്ചയിലുള്ള അസൂയയാണ് ഈ കാരണമെന്ന്. ഞാൻ ആരോപിച്ചിരുന്നു, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആരോപിച്ചിരുന്നു. പക്ഷേ ആരോപിച്ചതല്ല, സത്യമാണ് പറഞ്ഞത്. ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ വളർച്ചയാണ് ഇതിനുള്ള മെയിൻ കാരണം. അല്ലാതെ വേറെ ചെറിയൊരു റാഗിങ്ങോ കാര്യമൊന്നുമല്ല. അവർ വിചാരിച്ച് 8 മാസം വരെ ഇവനായിട്ട് പീഡിപ്പിക്കുമ്പോഴേ അവന് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ പതുക്കെ അവൻ അങ്ങ് ചുരുങ്ങിക്കോളും, മര്യാദക്കാരനായിക്കോളും, പഠിത്തത്തിലോട്ട് മാത്രമായി ചുരുങ്ങിക്കോളും എന്ന് ഇവർ വിശ്വസിച്ചു. പക്ഷേ 8 മാസം വരെ ഇവർ എന്തൊക്കെ രീതിയിൽ മാനസിക പീഡനം, ശാരീരിക പീഡനം നടത്തിയിട്ടും എന്താ പറയുക, അവന് ഒരു നട്ടലിലുള്ളവനെ ഒരു മനുഷ്യനായിപ്പോയി, അവൻ ഒറ്റ നട്ടലിലുള്ള മനുഷ്യനായിപ്പോയി. അതുകൊണ്ട് ഈ തീവ്രവാദി സൂചിപ്പിച്ചതുപോലെ ആ മരണശേഷവും വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും, SFI നേതാക്കളുടെ ഭാഗത്തു നിന്നും, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, താങ്കൾ ഇന്നും ആവർത്തിക്കുകയുണ്ടായി താൻ ചതിക്കപ്പെട്ടു, താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രിക്ക് മുൻപാകെ നേരിട്ട് മുഖ്യമന്ത്രിയോടാണ് ഈ കൊടിയ അനീതിയെക്കുറിച്ച് താങ്കൾ പറയുന്നത്. അന്ന് തന്നെ അദ്ദേഹം CBI അന്വേഷണം വാഗ്ദാനം നൽകുന്ന വിജ്ഞാപനം ഇറക്കുന്നു. മാർച്ച് 9-ാം തീയതി ഇറങ്ങുന്ന വിജ്ഞാപനമാണ് മാർച്ച് 26 വരെ യാതൊരു നടപടിയുമില്ലാതെ 17 ദിവസം നീട്ടിക്കൊണ്ടുപോകുന്നത്. അന്നൊന്നും താങ്കൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇത് യാതൊരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കുടുംബം ആരോപണവുമായി രംഗത്ത് വന്ന് മാധ്യമ ശ്രദ്ധ നേടിയപ്പോൾ മാത്രമാണ് അത് CBIക്ക് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അപ്പോൾ ആഭ്യന്തര വകുപ്പ്. പക്ഷേ താങ്കളുടെ ഈ ആരോപണങ്ങളിൽ നിന്നും, ഇത്രയധികം കാലതാമസം ഉണ്ടായതിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട്, SFI നേതാക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുണ്ട്. താങ്കൾ നേരത്തെ പറയുകയുണ്ടായി അക്ഷയ് ഇതിൽ പ്രധാന കണ്ണിയാണ്, പക്ഷേ MM മണിയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളുമായി മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ CK ശശീന്ദ്രൻ്റെ മുൻ MLA സാന്നിധ്യവും നമ്മൾ അവിടെ വ്യക്തമായി കണ്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഇടപെടൽ തുടർന്നും ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ആദ്യഘട്ട അന്വേഷണത്തിലൊക്കെ വലിയ പാളിച്ചകൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ചു എന്ന് തന്നെ ശ്രീ ജയപ്രകാശ് താങ്കൾ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ടോ എന്ന് മാത്രമല്ല, അത് തന്നെയാണ് സത്യം. 100% ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ആദ്യത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതുമുതൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സമ്മതിക്കാതെ, ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാകാൻ പോകുന്നതൊക്കെ ഈ ഒരു നേതാവിന് പോകേണ്ട കാര്യം തോന്നാം. ഇത്രയും കൂടിയ കുറ്റവാളി പോകുമ്പോൾ കുറ്റവാളി പോയിട്ട് ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ സറണ്ടർ ആവുകയോ എന്താ ചെയ്യട്ടെ.
അതിന് ഈ നേതാവ് കൂടെ പോയിട്ട് എന്തിനാ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത്? അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ അത്രയും ദിവസം ഈ നേതാവല്ല ഈ കുറ്റവാളികളെല്ലാം ഒളിച്ചിരുന്നത് പല നേതാക്കന്മാരെ വീട്ടിലും പല നേതാക്കന്മാരെ പാർട്ടി ഓഫീസിലുമാണെന്ന്. അതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ ഈ സംഭവം. അപ്പം ഈ അട്ടിമറിച്ചു എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ വ്യക്തമാണ്. 9-ാം തീയതി എന്നോട് പറയുന്നു CBI അന്വേഷണം വേണോ? ഓക്കെ, CBI അന്വേഷണം തരാം എന്ന് പറയുന്നു. ഞാനും എല്ലാവരും അടച്ച് നിൽക്കുന്നു. ഓരോ ദിവസവും അന്വേഷിക്കുന്നു, ഞാൻ പോയി തിരക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഘടന ഉണ്ട് അവർ പോയി തിരക്കുന്നു. ഒന്നും പറയുന്നില്ല. അവർ അവസാനം പറയുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നു, നാളെ കിട്ടും, അല്ലെങ്കിൽ ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ പറയും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുക എന്നൊക്കെ അവർ പറയുന്നത്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വിവരമില്ല. അവസാനം ഈ 33 വരെ വളരെ വിദഗ്ധമായിട്ട് അവർ സസ്പെൻഷൻ പിൻവലിച്ച് അകത്ത് കയറ്റാൻ പോയപ്പോഴാണ് ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായി, എനിക്ക് അതിൻ്റെ ചതിക്കുഴി മനസ്സിലായത്. നോക്കിയപ്പോഴും കറക്റ്റാ, ഈ പേപ്പർ ഒരിടത്തും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഡൽഹിക്ക് പോവേണ്ട പേപ്പർ ഇവർ വളരെ ഐഡിയപരമായിട്ട് അട്ടിമറിച്ച് അതിനെ ഇവിടെ വിട്ടു, കൊച്ചിയിലിട്ടു. അത് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതൊരു മിസ്റ്റേക്ക് അല്ല. അതെ, ശ്രീ ജയപ്രകാശ് അട്ടിമറിച്ചാണ് കൊണ്ടുപോയത്. അവസാനം ഈ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിട്ട് എന്താ കാര്യം? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് 3 പേരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ ആക്ഷൻ എടുക്കണമെങ്കിൽ, നടപടി എടുക്കണമെങ്കിൽ മുതിർന്ന ആൾക്കാരെ എന്ന് പറഞ്ഞു. ആഭ്യന്തര സെക്രട്ടറിയും താഴോട്ട് വരട്ടെ, ആഭ്യന്തര മന്ത്രി വരെ ഉത്തരം പറഞ്ഞിട്ട് താഴോട്ട് വരണം. അല്ലാതെ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ട് എൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലോ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ടത്. അതെ, ശ്രീ ഉല്ലാസ് ബാബു, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം. കൊടിയ പീഡനങ്ങൾക്ക് ഇരയായിട്ടാണ് സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത്. തുടർന്നുള്ള അന്വേഷണമായിരുന്നു അങ്ങേയറ്റം പരിഹാസ്യമായത്. മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് സമ്മർദ്ദം ചെലുത്തിയത് രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർ നടപടികളൊക്കെ തന്നെ എത്രത്തോളം വൈകിപ്പിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു കുടുംബത്തിന്റെ അന്വേഷണത്തോട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യത്തോട് CBI അന്വേഷണം എന്നുള്ള വാക്ക് പാലിക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ളതാണ് ഏറെ സംശയം ജനിപ്പിക്കുന്നത്. 17 ദിവസത്തോളം ഇത് വച്ച് താമസിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി വീണ്ടും കുടുംബം ആരോപിക്കുകയും മാധ്യമ ശ്രദ്ധ വരികയും ചെയ്തപ്പോൾ മാത്രമാണ് അതിന് ഉതകുന്ന നടപടികൾ പിന്നീട് സ്വീകരിച്ചത്. എന്നിട്ടും ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ ഒരു നടപടിയുമില്ല. 3 ഉദ്യോഗസ്ഥരെ, അത് ഈ പെർഫോമ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിയമിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് തടി തപ്പുന്ന ഒരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയത്. ഇവിടെ SFI നേതാക്കളടക്കം SFI പ്രതികളെ സംരക്ഷിക്കുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ജയപ്രകാശ് ആരോപിക്കുന്നത്. കാരണം ആർഷോയുടെ സാന്നിധ്യം ധാരാളം ദിവസങ്ങളിൽ ആ കോളേജിൽ ഉണ്ടായിരുന്നു. ഈ ഇടിമുറിയിലടക്കം ആർഷോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞത് എന്ന് തന്നെയാണ് ജയപ്രകാശ് പറയുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ആഭ്യന്തര വകുപ്പും രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബോധപൂർവമായ ഒരു നീക്കമാണോ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ കണ്ടത്? രോഹിണി, ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിൽ SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനമായ രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തരം ടെററിസ്റ്റ് സംഘടന, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ കേരളത്തിൽ ഇത്രയും ക്രിമിനലായിട്ടുള്ള, ഇത്രയും പൊട്ട മനസ്സിനുടമയുള്ള, ഇത്രയും പൊതുസമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തെ പരസ്പരം തല്ലിച്ച് അതിനകത്ത് കൊലപാതകത്തിൻ്റെയും രക്തമണത്തിൻ്റെയും ഒക്കെ ഇതിനു വേണ്ടി കാക്ഷിക്കുന്ന ഒരു നരാധമനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതിൽ ഒരു സംശയവുമില്ല, സംസ്ഥാന സെക്രട്ടറി എന്ന് പറയപ്പെടുന്നവൻ. ആ വ്യക്തി SFIയുടെ നേതൃത്വത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ നോക്കണം. കേരളത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഒരു തൊഴിൽ ജീവിതമുണ്ടോ? അവർക്ക് യഥാവിധി പഠിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ഈ പയ്യൻ ചെയ്ത തെറ്റ്? നമ്മൾ അവിടേക്ക് ചോദിക്കേണ്ടത്. ആ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ, നമ്മൾ അമ്മയും അച്ഛനും നല്ല രീതിയിലൊരു മകനെ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടി അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് നഗ്നനായി ഈ വൃത്തിഹീനന്മാരായിട്ടുള്ള സംഘടനയുടെ അടുത്ത് പോയിട്ട് ഒപ്പിടണമെന്ന്. എവിടെയാ? ഒരു നാരായണൻ എന്ന് പറയപ്പെടുന്ന ഒന്നിനും കൊള്ളാത്തവൻ അവിടെ ഒരുത്തൻ ഡീനായിട്ടിരുന്നിരുന്നു. എവിടെയായിരുന്നു ഇവരൊക്കെ?
അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിൽ, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ എത്രമാത്രം മാനസിക സംഘർഷത്തിലാണ് സ്വന്തം മക്കൾ. ഈ SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീന രാഷ്ട്രീയ സംഘടന അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വൃദ്ധസദനമായി കൊണ്ടിരിക്കുന്ന കുട്ടികളെ മുഴുവൻ വിദേശത്തേക്ക് വിടുകയാണ്. ഇവിടെ പഠിക്കാൻ കൊള്ളുന്ന സംവിധാനമല്ല. പിന്നെ മണി സംരക്ഷണം കൊടുക്കുമല്ലോ. കാരണം മണി ആരാണ്? മണി ഈ പണിയൊക്കെ വൃത്തിയായിട്ട് നടത്തി ഇടുക്കിയിൽ അത് വിളിച്ചു പറഞ്ഞവനാണ് ഈ MM മണി എന്ന് പറയപ്പെടുന്നവൻ. അപ്പോൾ ഈ പണി ചെയ്ത് വരുന്നവനെ മാലയിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഒരു വ്യക്തി കൂടിയാണ് ഈ MM മണി. MM മണിയുടെ സംസ്കാരവും MM മണിയുടെ ശൈലിയും MM മണിയുടെ പ്രവർത്തനവും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ജനം TV-യുടെ ആങ്കർക്ക്. നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പോലീസിൻ്റെ ഒരു ഇടപെടൽ എവിടെയായിരുന്നു? പോലീസ് ഇത്ര ദിവസങ്ങൾ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചിട്ട്, വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിട്ട്, വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഈ പോലീസ് എടുത്ത നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പോലീസുകാരന് മക്കളില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പിണറായി വിജയന് മക്കളില്ലേ എന്ന് ചോദിക്കാം. പിണറായി വിജയൻ്റെ മക്കളെയൊക്കെ പിണറായി വിജയൻ കൃത്യമായി സംരക്ഷിക്കുന്നുണ്ട്. അത് എന്ത് കള്ളത്തരം ചെയ്തിട്ടാണെങ്കിലും അവരെ സംരക്ഷിക്കും അയാൾ. പക്ഷേ ഇവിടെ ഒരു അച്ഛൻ്റെ കരച്ചിൽ എന്തിനാണ്? ആ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ആ മകൻ. ആ മകനെ എന്തിനായിരുന്നു? ആ മകൻ വല്ല തെറ്റ് ചെയ്തിട്ടായിരുന്നോ? അല്ലാലോ. പഠിക്കാൻ വിട്ട മകൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ മിടുക്കനായിക്കൊണ്ട് അവനിലേക്ക് കൂടുതൽ കുട്ടികൾ ആകർഷിക്കുന്നു എന്നുള്ള കുശുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ, സ്വന്തം രാഷ്ട്രീയ തമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ കൊല്ലുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ MM മണിയെപ്പോലെയുള്ളവർ അതിൻ്റെ കണ്ണീരായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്നു. എന്നിട്ട് ഒരു അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവന്മാർ പറയുകയാണ് പേപ്പർ കാണാനില്ല. ആ അച്ഛൻ നിരവധി ദിവസം അവിടെ കയറി ഇറങ്ങുന്ന സമയത്ത് ഡൽഹിയിലേക്ക് അയക്കാൻ പ്രാപ്തിയില്ലാത്ത വകുപ്പാണോ ഇവർ? ഒരു CBI അന്വേഷണം ഒരു വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ, ഒരു ഉന്നത അന്വേഷണം ഒരു വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ അത് എവിടേക്ക് അഡ്രസ് ചെയ്ത് അയക്കണമെന്ന് കഴിവില്ലാത്ത വകുപ്പാണോ ആഭ്യന്തര വകുപ്പ്? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ചൂരിലെടുത്തടിച്ച് ഓടിക്കണം അവിടെ നിന്ന്, ഈ പന്ത്രിപ്പണിക്ക് നിൽക്കരുതെന്നും പറഞ്ഞിട്ട്. സ്വന്തം വകുപ്പിനകത്ത് പ്രാപ്തിയില്ലാത്തവന്മാരുടെ കുത്തി നിറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ഈ സമൂഹം നിരവധി വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒരു അച്ഛനെ പറ്റിച്ച രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയപ്പെടുന്ന ആ കൊലപാതക സംഘടനയ്ക്ക് യാതൊരുവിധ കോട്ടവും പറ്റരുത്, സമൂഹത്തിൽ ഒരു അനാവശ്യ ചർച്ച ഉണ്ടാകരുത് എന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ പിതാവിനെ പറ്റിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു പറ്റിക്കലായിരുന്നു, അതൊരു ചതിക്കലായിരുന്നു. അത് ഡൽഹിക്ക് വിടേണ്ട കടലാസ് എറണാകുളത്തേക്ക് വിട്ടുന്നു. ആരാ? പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലിരുന്നിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഡൽഹിയിലേക്ക് അയക്കേണ്ട കടലാസ് അഡ്രസ് ചെയ്ത് എറണാകുളത്തേക്ക് അയച്ചു. തെറ്റുപറ്റിപ്പോയെന്ന് ആരോടാ പറയുന്നത്? അവർ കേരള സമൂഹത്തിനോടോ? ആ രാഷ്ട്രീയത്തെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് ഒരു സംഭവമല്ലല്ലോ. അഭിമന്യു എന്ന് പറയപ്പെടുന്ന ഒരു പയ്യനില്ലേ, ആ അഭിമന്യുവിന്റെ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. ഈ SFIക്കാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അവരുടെ യഥേഷ്ടം തുടരല്ലേ അവരുടെ അക്രമങ്ങൾ. ആ പയ്യൻ കൊലപാതകം ചെയ്യപ്പെട്ട് കാലം എത്രയായി? ആ അന്വേഷണം എവിടെ എന്നെത്തി? എന്തുകൊണ്ട് അന്വേഷണം അവിടെ നിലയ്ക്കുന്നത്? അങ്ങനെ എത്ര വിഷയങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയത്തിലുണ്ട്. ഈ ആർഷോ എന്ന് പറയപ്പെടുന്നവന്റെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അത് പോട്ട്, അതിന്റെ തൊട്ട് മുൻപേ ഈ വ്യക്തി എത്ര കേസിലെ പ്രതിയാണ്? 40ഓളം കേസുകളിലെ ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഈ നിഖിൽ എന്ന് പറയപ്പെടുന്ന പയ്യന്റെ വിഷയം എന്തായി? ഇവിടെ BCom എഴുതാത്തവൻ MCom പാസ്സാവുന്ന ചരിത്രമാണ് കേരളത്തിനകത്ത്. കാരണം SFI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയുടെ ആ ഞാളിക്കൊടി പിടിക്കുന്നവന് എന്ത് വൃത്തികേട് ചെയ്താലും അവന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ഈ നാരായണനെ പോലെ നെറികെട്ടവന്മാർ ഈ യൂണിവേഴ്സിറ്റികൾ ഇരിക്കുമ്പോഴാണ് ഗവർണറുടെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ആ ഗവർണർ കൃത്യമായി പറഞ്ഞു, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയടക്കമുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും വിദ്യാഭ്യാസ സംസ്കാരത്തെ പുറകോട്ടടിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് വിദ്യാഭ്യാസത്തിന്റെ മേലാളന്മാർ ചെയ്യുന്നത്. ആയതുകൊണ്ട് അതിലെ ഇടപെടലുകൾ വേണമെന്നുള്ള ഗവർണറുടെ തീരുമാനം ശരിയാണ് എന്നുള്ളത് ഈ കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുക. അതൊരു വിഷയം മാത്രമാണ് സിദ്ധാർത്ഥൻ്റേത് ഒരു വലിയ മാനുഷിക വിഷയമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ, പൊതുസമൂഹം തെരുവിലിറങ്ങി നേരിടേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു അച്ഛൻ എന്ന് പറയപ്പെടുന്ന ഈ പൊതുസമൂഹത്തിലെ എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. എനിക്ക് മകളുണ്ട്. നാളെ അവൾ +2 കഴിഞ്ഞ് ഒരു വിദ്യാലയത്തിലേക്ക്, ഒരു ക്യാമ്പസിലേക്ക് ഞാൻ അവളെ വിടുന്ന സമയത്ത് ഈ SFI എന്ന് പറയപ്പെടുന്ന 3 അക്ഷരമുള്ള ഈ ടെററിസ്റ്റ് രാഷ്ട്രീയ സംഘടന അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വിടാൻ സാധിക്കുക? അങ്ങനെയല്ല എല്ലാ അച്ഛനും എല്ലാ അമ്മമാരും ഉണ്ടാവുക.
അവർക്ക് എങ്ങനെയാണ് സ്വന്തം മക്കളെ ക്യാമ്പസിലേക്ക് വിശ്വസിച്ച് വിടാൻ സാധിക്കുക? SFI എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനന്മാർക്ക് തല്ലിക്കൊല്ലാനുള്ളതാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ ചെറുപ്പക്കാരും നമ്മുടെ മക്കളും. നമ്മൾ പഠിക്കാൻ വിടുന്ന കുട്ടികളെ തല്ലിക്കൊല്ലാൻ ഇവരൊക്കെ എന്ത് അധികാരമാണുള്ളത്? അത് ചോദ്യം ചെയ്യാൻ നിയമവാഴ്ചയുള്ള ഈ നാടിനകത്ത് പോലീസ് സംവിധാനത്തിന് സാധിക്കില്ലെങ്കിൽ, അതിന്റെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ സാധിക്കുന്നില്ലെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യക്തികളായതിന്റെ പേരിൽ അവരെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഈ പൊതുസമൂഹം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത് തെരുവിലാണ്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നേരെയാണ്, ഈ കേരളത്തിലെ ചിഞ്ചുറാണിക്ക് നേരെയാണ്, ഇതിനെ സംരക്ഷണ വലയം തീർത്തു കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ്, ഇതിനെ കള്ളത്തരം എഴുതി പിടിപ്പിച്ച DYSPക്ക് നേരെയാണ്. ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വ്യക്തമായ രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ തെരുവിൽ നേരിടേണ്ട വിഷയം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ്. ഈ വിദ്യാർത്ഥി സമൂഹത്തിനോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായി രംഗത്ത് വരും. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന അന്വേഷണം ഈ സമൂഹത്തിൽ പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പുറകിൽ ഞങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. കാരണം ഞങ്ങൾ ഇത് അദ്ദേഹത്തെ കാണുന്നത് ഈ കേരള സമൂഹത്തിലെ ഒരുപാട് രക്ഷിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന കുട്ടി പെട്ടഞ്ഞു വീണ് മരിച്ചത് ഒരു യാതൊരുവിധ കാരണവശാലും ഒരു തെറ്റോ കുറ്റവും ചെയ്തിട്ടല്ല. ആ കുട്ടി ഈ കമ്മ്യൂണിസ്റ്റ് കള്ള ഹിമാറുകൾക്ക് നേരെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട്, പ്രവർത്തിക്കുക എന്ന് പറയപ്പെടുന്നത് ഇവർക്ക് നേരെ രംഗത്ത് വന്നിട്ടല്ല. അദ്ദേഹം കൃത്യമായിട്ട് സത്യസന്ധമായി വിദ്യാലയത്തിൽ പഠിച്ചു, കൂട്ടുകാരുണ്ടാക്കി, നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ഇവരെ പോലെയുള്ള വൃത്തിഹീനന്മാരെ തുറന്നു കാണിക്കാൻ ആ വിദ്യാർത്ഥികൾ തയ്യാറായപ്പോൾ ഈ കുട്ടിയോട് അസൂയ തോന്നുന്നു അല്ലേ? ആ കുട്ടിയുടെ സത്യസന്ധമായ പ്രവർത്തനത്തോട് ഇവർക്ക് വിരോധം തോന്നിയല്ലേ? അതിന്റെ പേരിൽ അതിനെ തല്ലിക്കൊല്ലുക. എന്ത് അക്രമമാണ് കേരളത്തിൽ നടക്കുന്നത്? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുക. അതിന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ സംഘടനാ ബലം ഉപയോഗിക്കുക, പോലീസിനെ ഉപയോഗിക്കുക. അതിനെതിരെ ശക്തമായി നിൽക്കും രോഹിണി. ഈ അച്ഛന്റെ കൂടെ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടന കൂടെ ഉണ്ടാകും. ശരി, ശ്രീ സതീഷ് വസന്ത്, ഈ ആരോപണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? SFIക്ക് കൂട പിടിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമായി സംസ്ഥാനം മാറുകയാണ്. നോക്കൂ രോഹിണി, ഇപ്പം സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞത് നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞു. പക്ഷേ ഇവിടെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ എന്താണ് മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിനെ പറ്റിച്ചു എന്ന് പറയണം. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാനിത് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വേദന, ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയോടുകൂടി ഇരിക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് അത് എങ്ങനെ പറയണം എന്ന് എനിക്കറിഞ്ഞില്ല. എന്നാലും പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് എനിക്ക് അതിൻ്റെ ഒരു മറുപടി പറയേണ്ടത്. അദ്ദേഹം നോക്കൂ, സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷം ഈ 19 പ്രതികളെ അറസ്റ്റ് ചെയ്തു ഇല്ലേ? അവരിപ്പം ജാമ്യത്തിലാണോ? അല്ല, അവർ ജയിലിലാണ്. പിന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞു, ഈ കേരള പോലീസിൻ്റെ അന്വേഷണം എനിക്ക് തൃപ്തിയല്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് തൃപ്തിയല്ല, CBI കൊണ്ട് അന്വേഷിക്കണമെന്ന്. ശരി, മുഖ്യമന്ത്രി പറഞ്ഞു CBI അന്വേഷണമാണ്. അങ്ങനെയാണ് CBI അന്വേഷണ നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ഒരു CBIന് അത് തിരിച്ചു പിടിക്കാൻ പറ്റും? ഇത് തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് എവിടെയെങ്കിലും കേട്ടുകളുണ്ട് രോഹിണി? ഒന്ന് പറയൂ. അത് നമുക്ക് അട്ടിമറിക്കാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും പറയൂ. ഏതെങ്കിലും ഒരു കേസ് പറയൂ. നമ്മൾ അഡ്വക്കേറ്റ് ഇരിക്കുകയല്ലോ, എവിടെയെങ്കിലും സാർ ഒന്ന് പറയും. എവിടെയെങ്കിലും ഒരു ഇത് ഇല്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒരു കുറ്റം നടന്ന് കാലതാമസം എത്രത്തോളം വരുമോ അതനുസരിച്ച് ധാരാളം തെളിവുകൾ നശിപ്പിക്കപ്പെടും. സ്വാധീനിക്കാൻ ശക്തിയുള്ളവരെ സ്വാധീനിക്കും ഇവരൊക്കെ തന്നെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ 18 പ്രതികളും ജയിലഴിക്കുള്ളിലാണെങ്കിലും ഇവരുടെ തെളിവെടുപ്പടക്കം നടന്നതിലെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറയേണ്ടതാണ്. സിദ്ധാർത്ഥൻ മരിച്ചു കിടന്ന മുറി ഒന്ന് സീല് ചെയ്യാനുള്ള പ്രാഥമിക ഇതുപോലും പോലീസ് കാണിച്ചില്ല എന്ന് രോഹിണി ഞാൻ പറഞ്ഞു. ചില സംഭവങ്ങൾ, ചില മരണങ്ങൾ എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും CBI അല്ലെങ്കിൽ വേറൊരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതല്ല, അപ്പോഴൊന്നും ഈ തെളിവുകളൊന്നും പോകില്ല എൻ്റെ രോഹിണി. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു അച്ഛൻ്റെ വേദന. കാര്യം എത്രയും പെട്ടെന്ന് എൻ്റെ മകന് മരണം നേടിയവർക്കെതിരെ ഒരു ശിക്ഷ കൊടുക്കണമെന്നുള്ളത് ഏതച്ഛൻ്റെ ഒരു ഇതാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യോഗസ്ഥന് മൂന്ന് പേരെ അല്ല ഞാൻ പറയുന്ന നോക്കൂ, ഞാൻ പറയട്ടെ. ഈ 18 പേരും ഞാനത് പറഞ്ഞുതരാം.
തെമ്മാടി പിള്ളേർ കൊന്നതിനെ കൊന്നു എന്ന് പറയാനുള്ള മാന്യതയെങ്കിലും കാണിക്കും സതീഷ്. അച്ഛന്റെ മകനാ മരിച്ചുപോയത്, താങ്കളുടെ മകളാണ് മരിച്ചുപോയതെങ്കിൽ എന്റെ ഞങ്ങൾക്ക് നോവുന്നു, നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് മുഖ്യം. എന്റെ വക്കീലെ ഞാനൊരു കാര്യം പറ്റൂല വക്കീലെ, നമ്മൾ ഈ കോടതിയിൽ സംസാരിക്കും പോലെ സംസാരിക്കാനേ നമുക്കൊരു ഡിബേറ്റിലേക്ക് ഒന്നുമില്ല. സ്വന്തം അച്ഛനിരിക്കും അല്ലല്ല ഒരു മരണപ്പെട്ടവര് അല്ലല്ല താങ്കൾ അല്ലല്ല താങ്കൾ അല്ലല്ല ഉല്ലാസ് ഞാനൊരു കാര്യം പറ്റേ ഉല്ലാസ് സംസാരിച്ച അല്ല ഉല്ലാസ് സംസാരിച്ചപ്പോഴത്തേക്ക് അല്ല ഉല്ലാസ് പറയും എവിടെയാണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത് നിങ്ങൾ പറയും, എവിടെയാണ് വീഴ്ച വന്നിട്ടുള്ളതെന്ന് പറയും. നിങ്ങൾ ഓസ്കാറല്ല നിങ്ങൾ പറയാൻ നോക്കൂ. ഒരു ഇത് എന്താ രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകമാണോ? നിങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ അല്ലല്ലോ, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലല്ലോ, ഒരു റാഗിങ്ങിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം. ഞാൻ പറയുന്നത് കേൾക്കൂ ഉല്ലാസേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇത് റാഗിങ്ങിന് ഒരു രാഷ്ട്രീയ പാർട്ടികളാണോ? രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടികൾ കൂടി അല്ലെങ്കിൽ കത്തിക്കുത്തി നടത്തിയെന്ന് മനുഷ്യൻ അല്ല. അവർ ഒരു കോളേജിൻ്റെ അകത്ത് റാഗിങ് നിരോധിച്ചിട്ടുള്ളതിന് എന്നാലും ഇന്നും റാഗിങ് നടക്കുന്നുണ്ട്, എല്ലാ കോളേജിലും നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നടക്കുന്ന എത്രയോ കോളേജിലുണ്ട്, അതൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തത് തെറ്റാണെന്ന് എവിടെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ CPM പറഞ്ഞിട്ടുണ്ടോ ഇത് ശരിയാണെന്ന്? എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നും അല്ലെങ്കിൽ പോലീസ് കേസെടുക്കാതെ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അതെ, എവിടെ തുറന്നൂടെ? ആര് തുറന്നൂടെ എന്ന് പറയുന്നത്? പറയാ ആരെന്ന് പറയൂ ഉല്ലാസേ, ഉല്ലാസ് പറയാ ആരെ തുറന്നുകൂടാ? അവര് ജയിലിന്റെ അകത്ത് നമുക്കൊരു ഒരു നിയമവ്യവസ്ഥയില്ലേ ഉല്ലാസേ? ഉല്ലാസ് ഞാൻ ഒരു പറയുന്നത് കേൾക്കൂ ഉല്ലാസ്, ഞാനൊരു കാര്യം പറയുന്നത് പറയൂ ആരാണ് പറയൂ. അല്ല ആരെ സംരക്ഷിക്കണമെന്ന് പറയൂ. സംരക്ഷിക്കില്ല ഒരു നേതാക്കന്മാരും സംരക്ഷിക്കാൻ പറ്റില്ല. അല്ലല്ല ഉല്ലാസേ, നമ്മള് വികാരപരിതനായിട്ടെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛനാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഡിബേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാന്യത അത് കാണിക്കുന്നത്. ഇത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടൊന്നുമില്ല, പക്ഷേ അത് ഒരു വേദനയോടിരിക്കുന്ന ഒരു അച്ഛൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഇവിടെ ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല. ഞാൻ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. എവിടെ ഉണ്ട് തിരുത്തൂല്ല ഉല്ലാസം പറയാം. ഞാനും താങ്കളും എല്ലാം വക്കീലാണോ? അല്ലല്ല ഞാൻ പറഞ്ഞു ഞാനും താങ്കളും എല്ലാം വക്കീലാണല്ലോ. നമുക്ക് എത്രയോ കേസുകൾ വികാരപരിതമായിട്ട് നമ്മളെ കയ്യിൽ എത്തുന്നുണ്ട്. നമ്മൾ ഈ കോടതികളൊക്കെ അങ്ങനെയാണോ? ഞാൻ ഇത് സംസാരിക്കും. എവിടെയാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ആ തിരുത്താനുള്ള ആർജവം ഇന്ന് LDFനുണ്ട്, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്കുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറയൂ. ഒരു ഡിലേ വന്നിട്ടുണ്ട്, ആ ഡിലേ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ സസ്പെൻഡ് ചെയ്തു. അത് ആരായിരുന്നാലും ശരിയെന്നേ, ആരായിരുന്നാലും സസ്പെൻഡ്. നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വേറെ എല്ലാം ചെയ്യാൻ പറ്റൂ. ഈ എത്ര കേസുകൾ ഈ നമ്മളെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമുക്കൊന്ന് പറഞ്ഞാൽ നാളെ ഇനി നമുക്കെതിരായിരിക്കും ഇത് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്, CBIയിൽ പോയിട്ടുണ്ട്. ആ CBIയുടെ അന്വേഷണം മറ്റേ എന്ത് വേണമെങ്കിലും CBIക്ക് കൊടുക്കാമല്ലോ. കേന്ദ്രമല്ലേ ഭരിക്കുന്നത്, നമ്മളെ കയ്യിലൊന്നും. സതീഷ് വസന്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ CBI അന്വേഷണം ആവശ്യം അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം മറ്റ് പല കേസുകളിലും CBI അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്ന ചരിത്രമാണ് സംസ്ഥാന സർക്കാർ. ഈ കാര്യത്തിൽ ശരി, AAPയുടെ കേസ്, അനീഷയുടെ കേസ്, വന്ദനാദാസിന്റെ കേസ്, അല്ല അത് ഞാൻ അത് AAPയുടെ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നില്ല. വന്ദനാദാസിന്റെ കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് വന്ദനാദാസിന്റെ കേസിൽ അച്ഛൻ പറയുന്നുണ്ട് CBI അന്വേഷണം വേണമെന്ന്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞേക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, ആവശ്യമേ ഇല്ല എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ശ്രീ സതീഷ് വസന്ത്, ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു ഒരു റാഗിങ്ങിന്റെ പേരിൽ നടന്ന കൊലപാതകമെന്ന്. ഈ റാഗിങ് നടത്തിയവരാരാണ്? അവിടുത്തെ SFI യൂണിറ്റ് മെമ്പർമാരാണ്. അവർ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഭരിക്കുന്ന കോളേജ്, ഞങ്ങൾ ഇത് തുടരും എന്ന്
നിശബ്ദമായി കൊള്ളണം മറ്റു കുട്ടികളെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ ഈ റാഗിംഗ് നടത്തിയത്. റാഗിങ്ങിന്റെ പേരിൽ 80 ദിവസമാണോ ആ കുട്ടിയെ, 8 മാസമാണോ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത്? റാഗിങ്ങിന്റെ പേരിൽ ഉടുവസ്ത്രം അഴിപ്പിച്ചിട്ടാണോ ഈ പീഡനം നടത്തിയത്? റാഗിങ്ങിന്റെ പേരിൽ ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്ത വിധം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ സിൻജോ ജോൺസൺ പഠിച്ച ബ്ലാക്ക് ബെൽറ്റിന്റെ മുറകളെല്ലാം അവന്റെ ശരീരത്തിൽ പ്രയോഗിച്ചതാണോ റാഗിംഗ്? നിസ്സാരമായി താങ്കൾ റാഗിംഗ് എന്നുള്ള പേരിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈ റാഗിംഗ് അല്ല ഞാൻ പറയുന്നത്, ഈ റാഗിംഗ് ചെയ്തത് തെറ്റായ നടപടി. എന്നിട്ട് വരുത്തിയ കാലതാമസം താങ്കൾ കണ്ടതല്ലേ? ക്രൈം സീൻ ഒന്ന് സീൽ ചെയ്യാൻ പോലും പോലീസ് മെനക്കെട്ടില്ല. ആ വിദ്യാർത്ഥികൾ മുഴുവൻ അവിടെ കയറി ഇറങ്ങുന്നു, മാധ്യമ പ്രവർത്തകർ കയറി ഇറങ്ങുന്നു. ഇതെല്ലാം അത് ചെയ്യുന്നത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ അറസ്റ്റ് അടക്കം എത്രയോ കാലതാമസം വന്നു. ജയപ്രകാശ് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീ ജയപ്രകാശ് അങ്ങനെയാണെങ്കിൽ അതങ്ങനെയല്ല, ഒരു ഇതിലെ ഒരു പ്രതി നേരെ കോടതി തന്നെ മുൻകൂർ ജാമ്യം പോകാൻ വേണ്ടി കോടതിയിൽ പോയപ്പോൾ ആ കോടതിയുടെ മുന്നിൽ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കോടതിയുടെ മുൻപിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായതാണ്. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എത്ര നാൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ എല്ലാം നിർബന്ധിതെന്ന് പറഞ്ഞിട്ട് രോഗിനെ അതിന്റെ കാര്യമില്ല. ഞാൻ ഇതിന്റെ ന്യായീകരിക്കുന്നില്ല, ഈ കുട്ടികളൊന്നും ന്യായീകരിക്കൊന്നും ഞാൻ പോലില്ല. കാര്യം അദ്ദേഹം പറഞ്ഞാൽ വക്കീൽ പറഞ്ഞാല് എനിക്കും ഉണ്ട്, മോളും ഉണ്ട്, മോനും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കുട്ടികൾ വലുത് തന്നെ. ഇനി കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അത് അവരെ മക്കൾക്ക് വരുമ്പോഴേ അതിന്റെ വിഷമം വരുള്ളൂ. അല്ല എല്ലാവർക്കും പറ്റില്ല. അല്ല ഞാനിത് പറയുന്നത് രോഗിന് ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഈ 18 കുട്ടികളിൽ ഈ SFI കാര്യം എത്ര പേരുണ്ട്? നിങ്ങൾ SFI എന്ന് പറയില്ലേ? ഞാൻ അവന്റെ ഈ കുട്ടികൾ ചെയ്തത് കുട്ടികളെ ന്യായീകരിക്കണല്ല. എത്ര പേരുണ്ട്? രോഗിനി പറ, എത്ര പേര്? സതീഷ് വസന്ത്, SFI-കാരുടെ എണ്ണമാണല്ലോ താങ്കൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യം പിടികൂടുന്ന 4 വിദ്യാർത്ഥികളുമായി മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എന്തിനായിരുന്നു CK ശശീന്ദ്രന്റെ സാന്നിധ്യം? മജിസ്ട്രേറ്റിന്റെ ഇറങ്ങി പുറത്തു നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ ശ്രീ ജയപ്രകാശ് തന്നെ ആരോപിക്കുന്നുണ്ട് ഈ അക്ഷയ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സംരക്ഷിക്കപ്പെടുന്ന ഇപ്പോഴും അയാളെ പിടികൂടിയിട്ടില്ല. നമ്മളെ വക്കീൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. വക്കീലിന് ചോദിച്ചു നോക്കൂ, നമ്മൾ ഒരാളെ പോലീസ് പിടിച്ചോണ്ട് പോയാൽ വക്കീലിന് സഹിതം മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ ഏത് പ്രതിയുടെ കൂടെ കയറാൻ പറ്റൂല. അത് തിരികെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് മജിസ്ട്രേറ്റിൻ്റെ അകത്ത് കയറുന്നത്. അല്ലാതെ ഒരു CK ശശീന്ദ്രൻ ഒരു മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ വീട്ടിൽ ഹാജരാക്കുമ്പോഴത്തേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്ക് കേട്ടുകേൾവിയില്ലാത്തതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ ഒരു മജിസ്ട്രേറ്റിന്റെ അവിടെ നമുക്ക് പോകാൻ പറ്റൂല. അത് കണ്ടം കോട്ടാണ്. കണ്ടം ഒരു വക്കീലിന് നമ്മൾ വക്കീലാണെന്ന് പറഞ്ഞാൽ ഇത് ചോദിച്ചു പുറത്ത് പോയി നിന്ന് സകലവിധ സംരക്ഷണവും കൊടുക്കേണ്ട അവസ്ഥ എന്തായിരുന്നു അവിടെ എന്ന് സതീഷ് വസന്ത് അന്വേഷിച്ചിരുന്നോ? SFI-കാരുടെ എണ്ണമാണോ നിങ്ങൾക്കറിയേണ്ടത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് രാഷ്ട്രീയ സംഘടന നേതാക്കന്മാരുടെ സംരക്ഷണയുള്ള SFI എന്ന് പറയുന്ന നരാധമ സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് ആ വിദ്യാർത്ഥിയോട് ഈ കൊടും ക്രൂരത കാണിച്ചതും ദിവസങ്ങളോളം അതിനെ പീഡിപ്പിച്ചതും രണ്ടുപേരിലേക്കും എത്താം. അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഒരു അതിഥി കൂടി അദ്ദേഹത്തിലേക്ക് എത്താൻ അല്പം താമസിച്ചു. ഞാൻ രണ്ടുപേരിലേക്ക് എത്താം. ശ്രീ ഉല്ലാസ് ബാബു, പ്രതിഷേധ സമരത്തിൽ പ്രസംഗിച്ച വാക്കുകൾ സതീഷ് വസന്തിന് അറിയാമോ? ശ്രീ ഉല്ലാസ് ബാബു, ദയവായി ഞാൻ എത്താം, താങ്കളിലേക്ക് എത്താം. ശ്രീ MK ഹരിദാസ്, താങ്കൾ ഈ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിച്ചിരുന്ന ആളാണ്. താങ്കൾ എങ്ങനെയാണ് ഈ കാലയളവിനെ കാണുന്നത്? ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, ലോക്സഭാ ഇലക്ഷൻ ഈ പടിവാതിൽക്കൽ വന്ന് നിൽക്കില്ലായിരുന്നുവെങ്കിൽ ഈ അന്വേഷണം ഒരു കാരണവശാലും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവ് CBI-യെ ഏൽപ്പിക്കില്ല. ഈ കൊലപാതക കേസിൽ CBI-യെ ഞങ്ങൾ ഈ അന്വേഷണം ഏൽപ്പിച്ചു എന്നതിൻ്റെ പേരിൽ പോലും വോട്ട് രാഷ്ട്രീയത്തിൽ ലക്ഷ്യമുള്ളൊരു നേതാവിൻ്റെ കൃത്യമായ തന്ത്രജ്ഞത അദ്ദേഹത്തിൻ്റെ ഈ CBI പ്രഖ്യാപനത്തിലുണ്ട്. ഒരു പ്രൊഫോർമ ഓർഡർ അയക്കാൻ ഇവിടെ BJP പ്രതിനിധി ചോദിച്ചു തന്നെയാണ്. ഒരു പ്രൊഫോർമ ഓർഡർ ആർക്ക് അയക്കണമെന്നറിയാത്തവരാണോ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെന്ന വലിയ ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്.
അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇവിടെ എനിക്ക് ഈ CPM ഇടതുപക്ഷ നിരീക്ഷകനായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം ചോദിച്ചു, കോടതിയിൽ ഞാനും വക്കീലാണ്, മറ്റേ BJP പ്രതിനിധിയും വക്കീലാണ്, കോടതിയിലത്തെ ചില ചിട്ടവട്ടങ്ങളൊക്കെ അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോടതി ചിട്ടവട്ടങ്ങൾക്കും നിയമസഭയിലെ ചിട്ടവട്ടങ്ങൾക്കും ഇപ്പം ഈ നികുതി കൊടുക്കുന്ന നികുതിദായകരുടെ ചിട്ടവട്ടങ്ങൾക്കും അനുസരിച്ചാണോ മറ്റേ സതീഷ് ഇവിടെ കേരളത്തിൽ ഭരണം നടക്കുന്നത്? ചോദിക്കുന്നത് കേട്ടില്ലേ താങ്കൾ? കഴിഞ്ഞ ആഴ്ച സ്വന്തം ഭൂമി തെങ്ങ് കയറാൻ ഇഷ്ടപ്പെട്ടൊരു തെങ്ങ് കയറ്റക്കാരനെ കൊണ്ടുവന്നവരോട് പറഞ്ഞത് എന്താ? ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്, അതുകൊണ്ട് ഇവിടുത്തെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് താങ്കൾ കേട്ടില്ലേ? അപ്പോൾ കോടതിക്കുള്ളിൽ ഒരു CPM പ്രതിനിധിക്ക് പ്രതികളുടെ കൂടെ മജിസ്ട്രേറ്റിന്റെ റൂമിലേക്ക് കടക്കുന്നതിന് ഇത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിലെന്താണ് ഇത്ര അത്ഭുതമുള്ളത്? താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിച്ചീടിന പശു ഗോക്കളല്ല. ഒരു പറമ്പിൽ കുറച്ച് പശുക്കൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു പശു എഴുന്നേറ്റ് പോകുന്നതിൻ്റെ പിന്നാലെയാണ് മറ്റു പശുക്കൾ പോവുക. ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കേരളത്തിൽ നടക്കുന്നത് ഈ നേതാക്കൾ ഓരോ അണികൾക്കും മാതൃകയാകണം. നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും അണികൾക്കും അതുമാതിരി തന്നെ യുവജന നേതാക്കൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും മാതൃകയാകണം. നിങ്ങളുടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഈ യുവജന സംഘടനകളുടെ നേതാക്കളുടെ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കത്തക്ക തോതിലുള്ള സന്ദേശമാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? AA റഹീമിനെയും ശിവൻകുട്ടിയെയും കണ്ട് പഠിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് പഠിക്കാനുള്ളത്? ഇവിടെ ഒരു അച്ഛൻ്റെ വേദന താങ്കൾ വളരെ നിസ്സാരമായിട്ട് റാഗിങ്, ഒരു നിസ്സാരമായ റാഗിങ് എങ്ങനെയാണ് സാർ ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റുന്നത്? 2 ആൺകുട്ടികളുടെ അച്ഛനായിരുന്നു. ഇപ്പോഴത്തെ മൂത്ത മകന് 33 വയസ്സുണ്ട്, രണ്ടാമത്തെ മകന് 29 വയസ്സുണ്ട്. ഈ 2 കുട്ടികളും കോളേജിൽ പോയി വരുന്നത് വരെ അങ്ങേയറ്റം ആദിയോടുകൂടി ഇരുന്നിരുന്ന ഒരു അച്ഛൻ്റെ വേദന ഇവിടെ അതായത് കൃത്യമായിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ആ വീടിന് മുമ്പിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുകയാണ്, ഡോക്ടർ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞിട്ട്. ആ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയിട്ട് റാഗിങ് എന്ന് പറയുന്നതിന് പിന്നെ താങ്കൾ വളരെ നല്ല രീതിയിലുള്ള റാഗിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു. താങ്കൾക്ക് ഇനി അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വിശദീകരിച്ച് തരണം. എന്താണ് ഈ റാഗിങ്ങിലെ നല്ല രീതി എന്നൊന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരണം. എൻ്റെ ഈ 2 മക്കളും പഠിച്ചിട്ട് അവർ ഈ നല്ല രീതിയിലുള്ള റാഗിങ്ങിനെ കുറിച്ചിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ അടുത്തൊരു ചോദ്യവും അടുത്ത സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതുമാണ്. 8 മാസത്തെ ക്രൂരപീഡനം എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് പറഞ്ഞില്ല? സാർ, സിദ്ധാർത്ഥന്റെ വീട് താങ്കൾ കണ്ടുവോ സാർ? ഈ 41-ന്റെ അന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു അമ്മയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത് സാറ് കണ്ടുവോ സാർ? അതായത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ സമർപ്പിക്കുന്ന വരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒളിച്ചു വെക്കാനുള്ള തരത്തിലുള്ള ഒന്നുമില്ലാത്ത ഒരു ചെറിയ വീട്ടിലേക്കാണ് ആ പാവപ്പെട്ട അമ്മ ഇന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പിടിച്ചുകൊണ്ടുപോയത്. ഞാൻ ആ രംഗം കണ്ടിട്ട് കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന്. അപ്പം അങ്ങനത്തെ ഒരു സിദ്ധാർത്ഥൻ്റെ എന്തുകൊണ്ട് സിദ്ധാർത്ഥൻ തനിക്ക് ഏറ്റിരുന്ന പീഡനം പറഞ്ഞില്ല എന്ന് പറയുന്നതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നിഷ്ഠൂരമായ നരാധമന്മാർക്കല്ലാതെ മനുഷ്യത്വമുള്ളൊരു വ്യക്തിക്ക് സാധിക്കുന്നതാണോ? എൻ്റെ 2 മക്കൾ പഠിപ്പ് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്കും കോളേജിൽ നിന്ന് റാഗിങ് ഒക്കെ ഇഷ്ടപ്രകാരം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ലോൺ എടുത്തിട്ട് മറ്റും ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ തലവേദന തരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റിവെക്കുന്നതാണത്. അപ്പം ഇത്തരത്തിൽ നല്ലത് ചിന്തിക്കുന്ന മക്കൾ, തങ്ങളുടെ വരുതിക്ക് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്നില്ല എന്നതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് അവനെ തല്ലിക്കൊന്ന ശേഷം സാർ ദയവ് ചെയ്ത് അങ്ങയെപ്പോലുള്ളവരെ ഇങ്ങനത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കരുത് സാർ. അതിനെ നല്ല റാഗിങ് അല്ല, അല്ലെങ്കിൽ ഒരു റാഗിങ്ങിനാൽ കൊല്ലപ്പെട്ടു. ഇതിൽ എന്ത് രാഷ്ട്രീയ കുറവാണ് സാർ ഉള്ളത്? ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ആരാണ് സാർ? ഈ 4 പ്രതികളിൽ കമ്മ്യൂണിസ്റ്റിന്റെ ആശയത്തിന്റെ 1% അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കൊലപാതകം നടക്കില്ല സാർ. സഹജീവി സ്നേഹമാണ് കമ്മ്യൂണിസം എന്ന് ഒരു 7 വർഷം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായപ്പോൾ ഉത്തേജനം കൊണ്ടൊരു വ്യക്തിയാണ് ഞാൻ. സഹജീവി സ്നേഹം, തന്നെ പോലെ തൻ്റെ സഹജീവിയും ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രസ്ഥാനം ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ നൂൽബന്ധമില്ലാതെ പാർട്ടിയുടെ ഒരു പ്രത്യേക ഇടിമുറിയിൽ കൊണ്ടുവന്ന് നിത്യേന ഒപ്പിടിവിച്ച് അവനോട് ക്രൂരമായിട്ടുള്ള മാനസിക പീഡനം നടത്തിയ ശേഷം നിങ്ങളെപ്പോലുള്ളവർ ഇത്തരം ചാനലിൽ വന്നിരുന്നിട്ട് ന്യായീകരിക്കുമ്പോൾ എന്ത് മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് സാർ? താങ്കൾക്കറിയോ, ഇതേപോലെ ഈ ജനൻ ടിവിയുടെ ചർച്ചയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു അനൂപ് വന്ന് ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തു. ഒറ്റ കണ്ണാണ്, ഒരു കണ്ണാണ് ആ വ്യക്തിക്കുള്ളത്.
ആ കണ്ണ് നഷ്ടപ്പെടുത്തിയത് അങ്ങ് ഈ ന്യായീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ കോളേജിൽ ഒരു ചെയർമാൻ സ്ഥാനത്ത് മത്സരിച്ചു എന്നതിന്റെ പേരിൽ ആ വ്യക്തി അനൂപ് ആ വ്യക്തിക്ക് കൊടുത്ത സമ്മാനമായിരുന്നു സാർ. ഈ റാഗിങ്ങിനെ പറ്റിയിട്ട് കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയിലെ ഒരു ലേഖനം വന്നിരുന്നു അവരുടെ എഡിറ്റോറിയൽ പേജിൽ. അതിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അംഗവൈകല്യവും മരണവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതിലെ 99% നടത്തിയിട്ടുള്ളത് SFI എന്ന പ്രസ്ഥാനമാണ് സാർ. അവിടെയാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, നേതാക്കൾ നന്നായാൽ അണികൾ നന്നാവും, അണികൾ നന്നായാൽ യുവജന സംഘടന നന്നാവും, യുവജന സംഘടന നന്നായാൽ വിദ്യാർത്ഥി പ്രസ്ഥാനം നന്നാവും. ഈ ശിവൻകുട്ടിയെ നോക്കിയിട്ടും ഈ A.A. റഹീമിനെ നോക്കിയിട്ടും പിന്നെ ഞങ്ങൾ മാന്യമായിട്ട് 3 പേരെ തല്ലിക്കൊന്നു ഞങ്ങൾക്കെതിരായവരെ എന്ന് പറയുന്ന MM മണിയെ നോക്കിയിട്ടും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് സാർ, എന്ത് സന്ദേശമാണ് ഈ നേതാക്കൾക്ക് നൽകാനുള്ളത്? പിന്നെ അങ്ങ് പിണറായി വിജയന്റെ മഹാമനസ്കതയെയും അദ്ദേഹം താങ്കൾ രോഹിണിയോട് ചോദിക്കുന്നത് കേട്ടു, പറയൂ എന്താണ് CBIക്ക് വിടാൻ പറഞ്ഞിട്ട്? ഞാൻ പറയട്ടെ സാർ. ഷുഹൈബ് എന്ന് പറയുന്ന ഒരു യുവാവ് കേരളത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അതിൻ്റെ അന്വേഷണം പോലീസ് ഏറ്റെടുത്തു. ആ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവരെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് കണ്ട അവരുടെ മാതാപിതാക്കൾ, ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ പോലെ തന്നെ അവർ എന്ത് ചെയ്തു? CBI അന്വേഷണം താങ്കളുടെ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടു. ആ അന്വേഷണത്തിന്റെ ആ ആവശ്യപ്പെടലിനെ അങ്ങേയറ്റം നിസ്സാരവൽക്കരിച്ചപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി. സാർ, ഹൈക്കോടതിയിലെ അങ്ങയുടെ ഈ പാർട്ടി ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന അഭിഭാഷകനാണ്. അങ്ങയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാവുമല്ലോ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നത്. സാർ 98 ലക്ഷം രൂപയാണ് സാർ പാവപ്പെട്ടവന്റെ നികുതി പണം കൊടുത്തിട്ട് എന്തിനു വാദിച്ചതെന്നറിയോ? ഈ അന്വേഷണം CBI വേണ്ട എന്ന് വാദിച്ചത്. താങ്കൾ ചോദിച്ചില്ലേ രോഹിണിയോട് എന്താണ് ഇതിലും വലിയ തെളിവ് വേണം? രാഷ്ട്രീയ കൊലപാതകമാണ് സാർ. രണ്ട് യുവാക്കൾ കൃപേഷ് ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ ഇതേ അന്വേഷണം. അതിലത്തെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം, അതിലൊരു കുട്ടിയുടെ അച്ഛൻ CPM പ്രവർത്തകനാണ്. അദ്ദേഹവും പറയുന്നത് എന്താ? കൊന്നവരെ പിടിച്ചിട്ടുണ്ട്, കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ അന്വേഷണം CBI അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരസിച്ചു. അത് നേരെ ഹൈക്കോടതിയിൽ അവരെ മാന്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട്, പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരാൻ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടല്ല, സ്വന്തം പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് അഭിഭാഷകരെ നിർത്തിയിട്ട് കേസ് വാദിച്ചപ്പോൾ 1,02,00,000 രൂപ ചെലവാക്കിയത് പൊതുഖജനാവിൽ നിന്നും എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങയുടെ പാർട്ടി? ഈ കേസ് CBI അന്വേഷിക്കേണ്ട. ഇനി എന്താണ് താങ്കൾക്ക് തെളിവ് വേണ്ടത്? താങ്കളുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി CBI അന്വേഷണം ആരാവശ്യപ്പെട്ടിട്ട് നടത്താത്തത് എന്നുള്ളതിനെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് CBIക്ക് വിട്ടില്ല എന്ന് മാത്രമല്ല, അതാവശ്യപ്പെട്ട് പരമോന്നത നീതിപീഠത്തെ സമീപിച്ചപ്പോൾ പൊതുഖജനാവിലെ പണം കൊടുത്ത് പുറമേ നിന്നുള്ള അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് ഈ കേസ് CBI അന്വേഷിക്കേണ്ട. പക്ഷെ കോടതിക്ക് ആ കേസ് ഈ ശരത്ലാലിന് പ്രിയേഷിന് കേസ് ബാധിച്ചപ്പോഴാണ് കോടതി പറഞ്ഞത്, ഈ കേസ് അന്വേഷിച്ച കേരള പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്താനാണോ ഈ കേസ് അന്വേഷിച്ചത് എന്ന് ചോദിച്ചത് അങ്ങൊരു അഭിഭാഷകനല്ലേ? സാർ, നീതി ലഭിക്കുന്നില്ല സാർ ഈ സർക്കാരിൽ നിന്നും, ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും, ഇവിടുത്തെ നികുതിദായകർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടില്ല. അത് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ പാർട്ടി വിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കേണ്ടവരാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല സാർ. ഒരു കാര്യം കൂടി അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൂരനായ സദ്ദാം ഹുസൈൻ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ലക്ഷക്കണക്കിനെ എന്നും പറയുന്നുണ്ട്, കോടിക്കണക്കിനെ എന്നും പറയുന്നുണ്ട്. കൊന്ന സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ പ്രതിഷേധ ജാഥ നടത്തിയവരാണ് സാർ ഇവിടുത്തെ SFIക്കാർ. ഒരു SFI വിദ്യാർത്ഥി അതിൻ്റെ കുറ്റബോധം കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട്, 10-12 പ്രതിഷേധ ജാഥകൾ നടത്തിയിട്ട് മുന്നിൽ വന്ന വാഹനങ്ങളുടെ ചില്ലടിച്ച് തകർത്തത് എനിക്കും പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയവർ ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ടവർ ലോൺ എടുത്ത് തങ്ങളുടെ മക്കളെ ഇതൊന്നും മുഴുമിപ്പിക്കട്ടെ, ലോൺ എടുത്ത് കോളേജിലേക്ക് അയക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടന കൊണ്ട് സാധിക്കുന്നില്ല എന്ന അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ അത് ഭീതിജനകമാണ് സാർ. എന്ത് സാക്ഷര കേരളം, എന്ത് പ്രബുദ്ധ കേരളം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ശ്രീ ജയപ്രകാശ്, ഒരു ചർച്ചയായതുകൊണ്ടാണ് പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങളും ഉണ്ടായത്. പല വാക്കുകളും താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നറിയാം, ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടതിന് പ്രകാരം ആഭ്യന്തര വകുപ്പ് അനുവാദം തന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു പൊതുവികാരം വരുന്നത്. കാരണം
അതിൽ നീതിയുടെയും ആത്മാർത്ഥതയുടെയും ഒരംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എത്തേണ്ട കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേനെ. പക്ഷേ അതുണ്ടായില്ല. പരമാവധി കാലതാമസം വരുത്താൻ തന്നെ നോക്കി. താങ്കൾ വീണ്ടും പുറകെ, അതായത് ഇതിൽ നിന്ന് എന്ത് അന്വേഷണമാണ് ഓരോ ദിവസവും നടക്കുന്നത് എന്നുള്ളത് താങ്കൾ കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു. 17 ദിവസം കഴിഞ്ഞിട്ടും താങ്കൾക്കറിയാം, ഇതിനിടെയുള്ള ഇടവേളകളിലൊക്കെ താങ്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ ട്രാൻസ്ലേഷൻ പേപ്പർ ശരിയാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കൃത്യമായി താങ്കൾ അത് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആ ഒരു ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് 17ാമത്തെ ദിവസമെങ്കിലും അടുത്ത നീക്കത്തിലേക്ക് കടന്നത്. പക്ഷേ അപ്പോഴും ഉണ്ടായ പരാജയം എന്ന് പറയുന്നത് CBI കൊച്ചി ഓഫീസിലേക്കാണ് ആ പേപ്പറുകൾ അയച്ചത്. താങ്കൾ കരുതുന്നുണ്ടോ ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നുവെങ്കിൽ സിദ്ധാർത്ഥന് ഇത്ര പെട്ടെന്ന് CBI അന്വേഷണത്തിലേക്ക് കടക്കുകയും അതനുസരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത്? കാരണം താങ്കൾ തന്നെ ഇപ്പോൾ പല ആവർത്തി പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മുൻപിൽ ചെന്ന് നേരിട്ടാണ് എൻ്റെ ആവലാതികൾ ഞാൻ അറിയിച്ചത്.